ലോ അക്കാദമി വിഷയത്തിൽ സിൻഡിക്കേറ്റ് യോഗം അവസാനിച്ചു. ചർച്ച ചെയ്യാൻ ലോ അക്കാദമി വിഷയത്തിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ നിർണായകമായ സിൻഡിക്കേറ്റ് യോഗമാണ് ഇന്ന് ചേർന്നത്. ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാല സംസാരിക്കുകയാണ്. തത്സമയം സിൻഡിക്കേറ്റിൽ തീരുമാനിച്ചതുപോലെ പരീക്ഷാ ക്രമക്കേടുകളെ സംബന്ധിച്ച് ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം, ഒപ്പം പുതിയ പ്രിൻസിപ്പലിനെ നിയമിക്കാൻ വേണ്ട നടപടിയുമായി മാനേജർ മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് CPM-ന്റെ ഭാഗത്തു നിന്നുള്ള ഏക നിർദ്ദേശം. ഇത് വളരെ ലജ്ജാകരമാണ്. കേരളത്തിൽ എല്ലാ പൊതുസമൂഹം വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ആ സമരരംഗത്ത് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾക്ക് നേരെ CPM കാണിക്കുന്ന കള്ളക്കളിയുടെ ഭാഗമാണ് ഇന്ന് സിൻഡിക്കേറ്റിലും CPM അംഗങ്ങളും എടുത്തിരിക്കുന്ന നിലപാട്. ഞാനിത് പറയുവാൻ കാരണം, കഴിഞ്ഞ സിൻഡിക്കേറ്റ് പാസ്സാക്കി ഗവൺമെൻറ്റിൻ്റെ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് കൊടുത്തപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു ഞങ്ങളല്ല തീരുമാനിക്കേണ്ടത്, ഇത് സർവകലാശാലയാണെന്ന്. സർവകലാശാലയ്ക്ക് ഈ റിപ്പോർട്ട് തിരിച്ചു തന്നു, നിങ്ങൾ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഗവൺമെൻറ്റിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി തന്നെ ഞങ്ങൾക്ക് നിർദ്ദേശം തന്നിട്ട് ആ സെക്രട്ടറിയുടെ പ്രതിനിധി തന്നെ വന്നിരുന്ന് ഇതിനെതിരായി വോട്ട് ചെയ്തിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എവിടെയാണ് നീതി നടപ്പാക്കുന്നത് ഈ സർക്കാർ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. തീർച്ചയായും ഇത് പൊതുജനം അപലപിക്കേണ്ട ഒരു തീരുമാനമാണ് ഇന്ന് സർക്കാരിൻ്റെ പ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് CPM സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ലോ അക്കാദമി വിഷയം ചർച്ച ചെയ്യാൻ നിർണായകമായ സിൻഡിക്കേറ്റ് യോഗം ആണ് ഇന്ന് ചേർന്നത്. അക്കാദമിയിലെ പരീക്ഷാ ക്രമക്കേടുകളെ കുറിച്ചുള്ള ഉപസമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരീക്ഷാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗവും ചേർന്നു. കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കില്ല. സിൻഡിക്കേറ്റ് യോഗത്തിൽ UDF പ്രമേയം വോട്ടിനിട്ട് തള്ളിയ സാഹചര്യം കൂടിയാണ് നിലവിലുണ്ടായത്. എന്തായാലും ലോ അക്കാദമി കോളേജിൽ മാർക്ക് ദാനം നടന്നു എന്ന പരാതിയിൽ അന്വേഷണം വേണമെന്ന് കേരള സർവകലാശാല സമിതിയുടെ ശുപാർശയുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകും. എന്തായാലും പ്രിൻസിപ്പൽ ലക്ഷ്മി നായരുടെ ഭാവി മരുമകൾ അനുരാധ P. നായർക്ക് അനധികൃത മാർക്ക് ദാനം നടത്തിയെന്ന പരാതി അന്വേഷിക്കാൻ സർവകലാശാലയുടെ പരീക്ഷാ സമിതി ശുപാർശ ചെയ്തു. ഇക്കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകും. ഇതടക്കമുള്ള കാര്യങ്ങൾ ഒരു നിർദ്ദേശം സർവകലാശാലയ്ക്ക് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സ്പെഷ്യൽ സിൻഡിക്കേറ്റ് കൂടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഗവൺമെൻറ് പറയുന്നത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൻ്റെ ഉപസമിതി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനങ്ങൾ വിശദമായി പരിശോധിച്ചു. കോഴ്സ് റെഗുലേഷനിലെ ന്യൂനതകൾ, ഇന്റേണൽ മാർക്ക് നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ, പരീക്ഷാ ക്രമക്കേടുകൾ തുടങ്ങിയ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് നിയോഗിക്കപ്പെട്ട ഉപസമിതികൾ അടിയന്തിരമായി യോഗം ചേരണമെന്നും ശക്തമായ നടപടി സർവകലാശാല സ്വീകരിക്കണമെന്നും നിർദ്ദേശിക്കുന്നു. കൂടാതെ ലോ അക്കാദമിയുടെ പ്രവർത്തനം സർവകലാശാല ചട്ടങ്ങൾക്ക് അനുഗുണമല്ലാത്ത സാഹചര്യത്തിൽ ആക്ടിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി ആവശ്യമായ കർശന നടപടി സ്വീകരിക്കേണ്ടതും ആണ് എന്നാണ് ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിക്ക് തന്ന നിർദ്ദേശം എന്നുണ്ടെങ്കിൽ, ഇതിൽ പറയുന്ന ആക്ടിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി ആവശ്യമായ കർശന നടപടി സ്വീകരിക്കുവാൻ ഇന്ന് കൂടിയ സ്പെഷ്യൽ സിൻഡിക്കേറ്റിൽ ഉണ്ടായിരിക്കുന്ന തീരുമാനം കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ള ഗൗരവതരമായിട്ടുള്ള ഒരു വസ്തുത നിലനിൽക്കുകയാണ്. ഇന്ന് കൂടിയ സിൻഡിക്കേറ്റിൽ ഈ ലോ അക്കാദമിയുടെ മാനേജ്മെൻറ്റ് നൽകിയ കത്ത്, ആ കത്തെന്ന് പറയുന്നത് ഒരേ ദിവസം തന്നെ 2 കത്തുകൾ, വ്യത്യസ്തമായിട്ടുള്ള 2 കത്തുകൾ നൽകിയിരിക്കുകയാണ്. അതിനകത്ത് പ്രിൻസിപ്പാൾ ലക്ഷ്മി നായർ അവർ തീരുമാനിച്ച് മാറുന്നു എന്നുള്ള ഒരു വാചകമാണ് മാനേജ്മെൻറ്റ് തന്ന കത്തിൽ ഉള്ളത്. സത്യത്തിൽ ഇവിടെ വന്നിരിക്കുന്ന വിഷയം ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനം അവരുടെ ഭാഗത്ത് നിന്നോ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ കർക്കശമായിട്ടുള്ള അച്ചടക്ക നടപടിയാണ് സ്വീകരിക്കേണ്ടത്. അതാണ് ഗവൺമെൻറ് തന്നിട്ടുള്ള കത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ സിൻഡിക്കേറ്റ് കൂടിയ അവസരത്തിൽ എടുത്ത തീരുമാനത്തിനേക്കാൾ അധികരിച്ച് കുറച്ചുകൂടി ശക്തമായിട്ടുള്ള ഒരു നടപടിയും ഇന്നത്തെ സിൻഡിക്കേറ്റ് മുന്നോട്ട് വെച്ചിട്ടില്ല എന്നുള്ള ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. മാനേജ്മെൻറ്റ് പറഞ്ഞ് ഇവിടെ ഒരു വിഭാഗം വിദ്യാർത്ഥികളുമായിട്ട് ഉണ്ടാക്കിയ ധാരണയിൽ ഉരുത്തിരിഞ്ഞ ഒരു വ്യവസ്ഥ എന്നവകാശപ്പെട്ടത് 5 വർഷക്കാലം ഫാക്കൽറ്റി ആയിട്ട് പോലും ഈ വ്യക്തി ആ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ളതായിരുന്നു എന്നുണ്ടെങ്കിൽ, ഇന്നിപ്പോൾ പാസ്സാക്കിയിരിക്കുന്ന പ്രമേയം അനുസരിച്ച് ആ കാര്യം പോലും ശക്തമായിട്ട് നിഷ്കർഷിക്കുന്നില്ല എന്നുള്ള വളരെ പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനേഷൻ കമ്മിറ്റി
കുറേ നടപടികൾ എടുത്തിട്ടുണ്ട്. എന്നാൽ ആ നടപടികൾ പ്രാവർത്തികമാക്കുവാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ അതിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ലക്ഷ്മി നായർക്കെതിരായിട്ടുള്ള ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രസക്തവും പ്രധാനവുമായിട്ടുള്ള കാര്യം. പുരോഗമിച്ചത് എന്തൊക്കെയാണ് തീരുമാനങ്ങൾ? ഷീജ, ലോ അക്കാദമി വിഷയം ചർച്ച ചെയ്യാൻ നിർണായകമായ സിൻഡിക്കേറ്റ് സമിതി യോഗമാണെന്ന് ചേർന്നു. ഒപ്പം പരീക്ഷാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗവും. എന്തൊക്കെയാണ് തീരുമാനങ്ങൾ? അരുൺ, ഇപ്പോൾ സിൻഡിക്കേറ്റ് യോഗം പൂർത്തിയായി അംഗങ്ങൾ പുറത്തിറങ്ങി മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഏതായാലും KSU ASF പ്രവർത്തകർ സർവകലാശാലയ്ക്ക് അകത്തേക്ക് തള്ളിക്കയറിയിരിക്കുകയാണ്. നേരത്തെ സർവകലാശാലയ്ക്ക് പുറത്ത് നിലനിന്നിരുന്ന സംഘർഷമാണ് ഇപ്പോൾ ഏതായാലും സർവകലാശാലയ്ക്ക് അകത്തേക്ക് വ്യാപിച്ചിരിക്കുന്നത്. പ്രവർത്തകർ ഒന്നിനും ഇങ്ങോട്ടേക്ക് തള്ളിക്കയറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് പുറത്തു പോകാനായി ഗേറ്റ് തുറക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ എല്ലാവരും അകത്തേക്ക് തള്ളിക്കയറിയതും. ഇവിടെ ഇപ്പോൾ സർവകലാശാലയ്ക്ക് അകത്തും സംഘർഷഭരിതമായ ഒരു സാഹചര്യം തന്നെയാണ്. പോലീസ് ഇവിടെ നിന്നും നീക്കാനായി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കൂടുതൽ പ്രവർത്തകർ പല ഭാഗത്തു നിന്നായി നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിൽ ഇരുത്തിയിരുന്നവർ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് പ്രതിഷേധവുമായി എത്തിയൊരു സാഹചര്യമാണ് നിലവിലിപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്. ഈ യോഗ തീരുമാനങ്ങളെ കുറിച്ച് എങ്ങനെയാണ് വിശദീകരിക്കാനാവുക? യോഗ തീരുമാനങ്ങൾ പ്രധാനമായും എടുത്തു പറയേണ്ടത് അഫിലിയേഷൻ റദ്ദാക്കണം എന്നൊരാവശ്യം അതായിരുന്നു UDFന്റെ ഭാഗത്തു നിന്നും കൊണ്ടുവന്നത്. ആ പ്രമേയം ഏതായാലും ഇപ്പോൾ വോട്ടിനിട്ട് തള്ളിയിരിക്കുകയാണ്. ഇതിൽ എടുത്തു പറയേണ്ട യോഗ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ലക്ഷ്മി നായരുടെ LLB ബിരുദം സംബന്ധിച്ചുള്ള വിഷയം അത് അന്വേഷിക്കാനായി പരീക്ഷാ സമിതിയെ ചുമതലപ്പെടുത്തി അത്തരത്തിൽ ഒരു നിർണായക തീരുമാനമാണ് ഇന്നിപ്പോൾ സിൻഡിക്കേറ്റ് യോഗം കൈക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ലക്ഷ്മി നായരുടെ മരുമകളാകാൻ പോകുന്ന ഭാവി മരുമകൾ ആയ അനുരാധ പി നായരുടെ പരീക്ഷ ഇന്റേണൽ മാർക്കും ഹാജറും സംബന്ധിച്ചുള്ള വിഷയങ്ങൾ അതിൽ തുടരന്വേഷണം നടത്തണം എന്നൊരു ശുപാർശ രാവിലെ ചേർന്ന പരീക്ഷാ സമിതി സിൻഡിക്കേറ്റിന് നൽകിയിരുന്നു. അത് പൂർണ്ണമായും പരീക്ഷാ സമിതി അംഗീകരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അനുരാധയിൽ നിന്നും മൊഴിയെടുക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ അധ്യാപകരിൽ നിന്നും മൊഴിയെടുക്കുന്നതായിരിക്കും. ഏതായാലും അതിൽ മൊഴിയെടുത്തതിന് ശേഷമാകും തുടർ തീരുമാനം ഉണ്ടാവുക. മറ്റൊന്ന്, പുതിയ പ്രിൻസിപ്പാളിനെ അടിയന്തരമായി നിയമിക്കാൻ, അതും യോഗ്യതയുള്ള പുതിയ പ്രിൻസിപ്പാളിനെ ലോ അക്കാദമിയിൽ അടിയന്തരമായി നിയമിക്കാനും ഇന്നത്തെ ഈ സിൻഡിക്കേറ്റിൽ തീരുമാനമായിട്ടുണ്ട്. അത്തരത്തിൽ സുപ്രധാനമായ തീരുമാനങ്ങൾക്കും ഇന്ന് സിൻഡിക്കേറ്റ് യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്.
അതായത് ഈ പരീക്ഷാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗവും ഈ സിൻഡിക്കേറ്റ് യോഗവും ഒരുമിച്ചായിരുന്നു. എങ്ങനെയായിരുന്നു ഈ രണ്ടിന്റെയും തീരുമാനങ്ങൾ ഉണ്ടായത്? അരുൺ, രാവിലെയാണ് പരീക്ഷാ ഉപസമിതിയുടെ യോഗം ചേർന്നത്. രാവിലെ പരീക്ഷാ ഉപസമിതി യോഗം ചേർന്നത് അതിൽ പ്രധാനമായും പരീക്ഷാ ഉപസമിതി പരിശോധിച്ചത് അനുരാധ പി നായരുടേത് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ അവർക്ക് നൽകിയിട്ടുള്ള മാർക്ക് ദാനം സംബന്ധിച്ചുള്ള വിഷയമാണ്. ആ വിഷയത്തിൽ പ്രധാനമായും അനുരാധയ്ക്ക് 50% താഴെ മാത്രമായിരുന്നു 4ാം സെമസ്റ്ററിൽ ഹാജർ നില ഉണ്ടായിരുന്നത്. എന്നിട്ടും അനുരാധയ്ക്ക് 20ൽ 19 മാർക്ക് ഇന്റേണലിന് ലഭിച്ചു. ഇത് സംബന്ധിച്ചായിരുന്നു പരാതി ഉയർന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് ഒരു അന്വേഷണം നടത്തണം, അനുരാധയെ വിളിച്ചു വരുത്തണം, അതോടൊപ്പം തന്നെ അധ്യാപകരിൽ നിന്നും മൊഴിയെടുക്കണം എന്നൊരു ശുപാർശ പരീക്ഷാ ഉപസമിതി തയ്യാറാക്കുകയും ചെയ്തു. ആ ശുപാർശയാണ് അവർ ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിച്ച സിൻഡിക്കേറ്റ് യോഗത്തിൽ വെച്ചത്. ഈ തീരുമാനം സിൻഡിക്കേറ്റ് യോഗം പൂർണ്ണമായും അംഗീകരിക്കുകയായിരുന്നു. മറ്റ് പരീക്ഷാ ഉപസമിതിയുടെ റിപ്പോർട്ട് അതുപോലെ തന്നെ അംഗീകരിച്ച ഒരു സാഹചര്യത്തിൽ ഇന്റേണൽ മാർക്ക് പരിഷ്കരിക്കുന്നത് സംബന്ധിച്ചും അതിനും അംഗീകാരം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഏതായാലും സിൻഡിക്കേറ്റ് യോഗം. ഷീജ, ഇതിൽ ഈ അനധികൃതമായി മാർക്ക് അനുവദിച്ചു, മെറിറ്റ് അട്ടിമറിക്കപ്പെട്ടു, ഹാജർ രേഖകളിൽ കൈകടത്തി തുടങ്ങിയ ചട്ടലംഘനങ്ങളായിരുന്നല്ലോ ഈ ഉപസമിതി കണ്ടെത്തിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരീക്ഷാ സമിതിയുടെ റിപ്പോർട്ടും ഉണ്ടായത്. ഇക്കാര്യത്തിൽ എന്ത് തീരുമാനങ്ങളാണ് നിലവിൽ കൈക്കൊണ്ടിട്ടുള്ളത്? അരുൺ, ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാമോ? ഈ അനധികൃതമായി മാർക്ക് അനുവദിച്ചു, മെറിറ്റ് അട്ടിമറിക്കപ്പെട്ടു, ഹാജർ രേഖകളിൽ കൈകടത്തി, ഇങ്ങനെയുള്ള നിയമലംഘനങ്ങളാണ് ആരോപിക്കപ്പെട്ടിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരീക്ഷാ സമിതിയുടെ റിപ്പോർട്ടും. ഇക്കാര്യങ്ങളിലൊക്കെ എന്ത് തീരുമാനമാണ് നിലവിൽ കൈക്കൊണ്ടിട്ടുള്ളത് ഈ ഘട്ടത്തിൽ? ആ വിഷയങ്ങളിലെല്ലാം തന്നെ കഴിഞ്ഞ സിൻഡിക്കേറ്റ് യോഗം നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നു. അതായിരുന്നു പ്രത്യേകമായ മോണിറ്ററിംഗ് സെല്ല് പരീക്ഷ നിരീക്ഷിക്കാനും അതോടൊപ്പം തന്നെ ഹാജർ നില സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാൻ, ഇന്റേണൽ മാർക്ക് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെല്ലാം അന്ന് തന്നെ ഒരു മോണിറ്ററിംഗ് സെല്ല് രൂപീകരിക്കാൻ വേണ്ടി സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ മറ്റൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഇന്റേണൽ മാർക്കിന്റെ വിഷയത്തിലാണ്. ഇന്റേണൽ മാർക്കിന്റെ വിഷയത്തിൽ ഇന്റേണൽ മാർക്ക് അത് നൽകുന്നതിന്റെ ഘടന അത് പരിഷ്കരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്ന് രാവിലെ ചേർന്ന പരീക്ഷാ ഉപസമിതി ശുപാർശ ചെയ്തത്. ആ ശുപാർശ അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ചേർന്ന സിൻഡിക്കേറ്റ് യോഗം അംഗീകരിച്ചിട്ടുണ്ട്. അതിന് പുറമെയാണ് അനുരാധയുടെ വിഷയത്തിലും പരീക്ഷാ ഉപസമിതി കൈക്കൊണ്ടിട്ടുള്ള തീരുമാനം അംഗീകരിക്കാനായി ഉപസമിതി തീരുമാനിച്ചിട്ടുള്ളത്. അരുൺ, മറ്റു വിവരങ്ങൾക്ക് കൂടി ബന്ധപ്പെടാം ഷീജ. എന്തായാലും നിർണായകമായ സിൻഡിക്കേറ്റ് യോഗം തിരുവനന്തപുരത്ത് അവസാനിച്ചു. KSU AISF പ്രവർത്തക യൂണിവേഴ്സിറ്റിയിലേക്ക് തള്ളിക്കയറി. അതായത് സിൻഡിക്കേറ്റ് യോഗത്തിന് ശേഷം ലോ അക്കാദമിയുടെ അഫിലിയേഷൻ റദ്ദാക്കണമെന്ന പ്രധാനമായ ആവശ്യം വോട്ടിനിട്ട് തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായത്. 8-നെതിരെ 12 വോട്ടുകൾക്കാണ് പ്രമേയം തള്ളിയത്. എന്നാൽ ഇന്റേണൽ മാർക്കിന്റെ ഘടന പരിശോധിക്കാനുള്ള നിർദ്ദേശങ്ങളടക്കം ഏറ്റവും പുതുതായി ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മുടെ പ്രതിനിധി ഷീജ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇന്റേണൽ മാർക്കിന്റെ ഘടന പരിഷ്കരിക്കാൻ ഉള്ള തീരുമാനം ആയിട്ടുണ്ട്. ഒപ്പം ലക്ഷ്മി നായരുടെ LLB ബിരുദത്തെക്കുറിച്ചുള്ള അന്വേഷണവും ഉണ്ടാവും. ലോ അക്കാദമി വിഷയം ചർച്ച ചെയ്യാൻ നിർണായകമായ സിൻഡിക്കേറ്റ് സമിതി യോഗമാണ് തിരുവനന്തപുരത്ത് ചേർന്നത്. അക്കാദമിയിലെ പരീക്ഷാ ക്രമക്കേടുകളെ കുറിച്ചുള്ള ഉപസമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരീക്ഷാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗവും ചേർന്നിരുന്നു. അക്കാദമിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വിദ്യാഭ്യാസ മന്ത്രി സർവകലാശാലയെ ചുമതലപ്പെടുത്തിയ സാഹചര്യത്തിൽ കൂടി ഏവരും വളരെ ഗൗരവത്തോടെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് എന്ത് തീരുമാനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവുക എന്ന തരത്തിൽ ഉറ്റുനോക്കുകൂടി ചെയ്തത്. ഞങ്ങളുടെ പ്രതിനിധി ഷീജ ഒരിക്കൽ കൂടി ചേരുന്നു. ഷീജ, ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി. അരുൺ, ഏതായാലും സർവകലാശാലയ്ക്ക് അകത്തും പുറത്തും സംഘർഷഭരിതമായ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. സർവകലാശാലയിൽ പ്രത്യേകിച്ചും 2 മണിയോടുകൂടിയാണ് സിൻഡിക്കേറ്റ് യോഗം ആരംഭിച്ചത്. ലോ അക്കാദമി വിഷയത്തിലെ നിർണായക സിൻഡിക്കേറ്റ് യോഗം നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വിദ്യാർത്ഥി സംഘടനകളായ KSU അതോടൊപ്പം തന്നെ AISF MSF പ്രവർത്തകർ പ്രതിഷേധ മാർച്ചുമായി എത്തിയത്. പ്രതിഷേധ മാർച്ച് സർവകലാശാല ഗേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞിരുന്നു. എന്നാൽ അവർ ചിലർ അകത്തേക്ക് ചാടിക്കയറി സിൻഡിക്കേറ്റ് യോഗം നടക്കുന്ന ഹാളിലേക്ക് കയറാൻ ശ്രമം നടത്തിയിരുന്നു. അവരെയെല്ലാം നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ സിൻഡിക്കേറ്റ് യോഗം അവസാനിച്ച് സിൻഡിക്കേറ്റ് അംഗങ്ങളെല്ലാം പുറത്തേക്ക് വന്നത്. സിൻഡിക്കേറ്റ് അംഗങ്ങൾ പുറത്ത് മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മറ്റു പ്രവർത്തകർ പുറത്തു നിന്നെല്ലാം ചാടി ഇവിടെ സർവകലാശാലയ്ക്ക് അകത്തേക്ക് എത്തുകയും സർവകലാശാല അകത്തേക്ക് തള്ളിക്കയറാൻ വേണ്ടിയുള്ള ശ്രമവും നടത്തിയത്. അവരെല്ലാവരും ഇപ്പോൾ സർവകലാശാലയിലേക്ക് കയറുന്ന പടിക്കെട്ടിൽ അവിടെ ഉപരോധിക്കുകയാണ്. ശക്തമായ പ്രതിഷേധവുമായി ഇവർ അകത്തേക്ക് കടക്കുകയായിരുന്നു. നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിൽ കയറ്റിയവർ പോലും അവിടെ നിന്നും ഇറങ്ങി ഇവിടെ എത്തി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം. ഏതായാലും പോലീസ് ശക്തമായ സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
ഇപ്പോഴും അവരുടെ പ്രതിഷേധം ഇവിടെ സർവകലാശാലയ്ക്ക് അകത്തും പുറത്തുമായി തുടരുകയാണ്. അതായത് കഴിഞ്ഞ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഉന്നയിച്ചിരുന്ന ആവശ്യങ്ങൾ ഏറെക്കുറെ അപ്പാടെ ഇത്തവണയും അംഗീകരിക്കപ്പെടുകയായിരുന്നു, അങ്ങനെ തന്നെയായിരുന്നോ? അരുൺ, സിൻഡിക്കേറ്റ് യോഗ തീരുമാനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ സുപ്രധാനമായ ഒരു തീരുമാനം ഇന്നുണ്ടായിട്ടുണ്ട് എന്ന് പറയേണ്ടത് ലക്ഷ്മി നായരുമായി ബന്ധപ്പെട്ടാണ്. ലക്ഷ്മി നായർ ഒരേ കാലയളവിൽ തന്നെ തമിഴ്നാട്ടിൽ നിന്നും PGയും അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് LLBയും കരസ്ഥമാക്കി എന്നൊരു പരാതി ഇന്ന് സിൻഡിക്കേറ്റ് യോഗത്തിൽ കോൺഗ്രസ് അംഗമായ ജീവൻലാൽ ഉന്നയിക്കുകയുണ്ടായി. ഈ പരാതിയിന്മേലാണ് പരീക്ഷാ സമിതി ഇത് സംബന്ധിച്ച് അന്വേഷിക്കാനായി സിൻഡിക്കേറ്റ് ചുമതലപ്പെടുത്തിയത്. ഈ വിഷയത്തിൽ ഉടനെ തന്നെ സിൻഡിക്കേറ്റ് യോഗം ഈ പരീക്ഷാ സമിതിയോട് യോഗം ചേർന്ന് ഇത് വിശദമായി തന്നെ ഈ പരാതി അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. മറ്റൊന്ന് അനുരാധ P നായരുടെയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. ലക്ഷ്മി നായരുടെ ഭാവി മരുമകളായ അനുരാധ P നായരുടെ വിഷയത്തിൽ അനധികൃതമായി മാർക്ക് നൽകി എന്നുള്ള പരാതി, അത് നിലവിൽ അതിനെതിരെ തുടരന്വേഷണം വേണം എന്നാണ് രാവിലെ ചേർന്ന പരീക്ഷാ ഉപസമിതി ശുപാർശ ചെയ്തത് സിൻഡിക്കേറ്റിന്റെ ഇന്ന് ചേർന്ന യോഗം അത് പൂർണ്ണമായും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്റേണൽ മാർക്കിന്റെ ഘടന പരിഷ്കരിക്കണം എന്നൊരു ശുപാർശയും പരീക്ഷാ ഉപസമിതി നൽകിയിരുന്നു. ആ ശുപാർശയും ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗം അംഗീകരിക്കുകയും ചെയ്തു. മറ്റൊന്ന് പ്രധാനമായും ഇന്ന് സിൻഡിക്കേറ്റ് കൈക്കൊണ്ട തീരുമാനം എന്ന് പറയുന്നത് യോഗ്യതയുള്ള ലക്ഷ്മി നായർ ആ സ്ഥാനത്ത് നിന്നും പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്നും മാറിയെന്നും ഫാക്കൽറ്റി സ്ഥാനത്ത് നിന്നും മാറിയെന്നുമുള്ള തീരുമാനങ്ങൾ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ മാനേജ്മെന്റ്, ലോ അക്കാദമിയുടെ മാനേജ്മെന്റ് സർവകലാശാല രജിസ്ട്രാറെ അറിയിച്ചിരുന്നു. ഈ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗം കൈക്കൊണ്ട മറ്റൊരു സുപ്രധാനമായ തീരുമാനം എത്രയും വേഗം യോഗ്യതയുള്ള മാധവൻ പോറ്റിക്ക് നിയമിച്ചു എന്നാണ് നേരത്തെ മാനേജ്മെന്റ് അറിയിച്ചത്. എന്നാൽ മാധവൻ പോറ്റിയുടെ യോഗ്യത സംബന്ധിച്ചുള്ള വിഷയങ്ങൾ തർക്കത്തിലാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം യോഗ്യതയുള്ള ഒരു പുതിയ പ്രിൻസിപ്പാളിനെ നിയമിക്കണം, അത് അടിയന്തരമായി തന്നെ വേണം എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് കൈക്കൊണ്ടിരിക്കുന്നത്. ഇത് മാനേജ്മെന്റിനെ അറിയിക്കുന്നതായിരിക്കും. ആ സാഹചര്യത്തിൽ അടിയന്തരമായി മറ്റൊരു പ്രിൻസിപ്പാളിനെ നിയമിക്കേണ്ട ഒരു ബാധ്യതയും മാനേജ്മെന്റിന് വരുന്നു. ഇത്തരത്തിൽ സുപ്രധാനമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ തന്നെ കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കണം എന്നൊരു ആവശ്യമാണ് പ്രധാനമായും UDF അംഗങ്ങൾ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഈ ഒരു ആവശ്യം വോട്ടിനിട്ട് തള്ളുകയായിരുന്നു. വോട്ടിങ്ങിൽ പ്രധാനമായും LDFന്റെ 12 പേരാണ് ഇതിനെ എതിർത്ത് വോട്ട് ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിൽ UDFന്റെ പ്രമേയം തള്ളിപ്പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. CPI അംഗമായ ലതാദേവിയും ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഒരു പ്രത്യേക പ്രമേയം അവതരിപ്പിച്ചു. അതും ഇതേ വോട്ടിംഗ് നില വെച്ച് തന്നെ തള്ളിപ്പോവുകയായിരുന്നു. അതായത് ലോ അക്കാദമിയുടെ അഫിലിയേഷൻ റദ്ദാക്കാതിരിക്കാനുള്ള കാരണം വ്യക്തമാക്കാൻ മാനേജ്മെന്റിനോട് ആവശ്യപ്പെടാനാണ് സാധ്യത എന്നായിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. ഇതിപ്പോ അങ്ങനെയല്ല. ഇതിന്റെ നടപടിക്രമം കൃത്യമായി എങ്ങനെയായിരുന്നു? കാരണം ഈ പ്രധാന ആവശ്യം അഫിലിയേഷൻ റദ്ദാക്കുക എന്നുള്ളതായിരുന്നല്ലോ. ആ വോട്ടെടുപ്പ് എങ്ങനെയാണ് പുരോഗമിച്ചത്? അരുൺ, നിലവിൽ ഈ ഒരു വിഷയത്തിൽ UDF ആണ് ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. ഇത്തരത്തിൽ അഫിലിയേഷൻ റദ്ദാക്കണം. അഫിലിയേഷൻ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് അടുത്ത വർഷം ഈ അധ്യയനം ഇപ്പോൾ നിലവിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ബാധിക്കാത്ത തരത്തിൽ അടുത്ത അധ്യയന വർഷത്തെ അഫിലിയേഷൻ അടുത്ത അധ്യയന വർഷം മുതൽ അഫിലിയേഷൻ ഇല്ലാതാകുന്ന രീതിയിൽ ആയിരിക്കണം കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് അത്തരത്തിലൊരു കാരണം കാണിക്കൽ നോട്ടീസ് ലോ അക്കാദമിക്ക് നൽകണം എന്നുള്ളതായിരുന്നു UDF അംഗങ്ങൾ സിൻഡിക്കേറ്റ് യോഗത്തിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇത് ആ രീതിയിൽ നടപ്പാക്കേണ്ടതില്ല, അഫിലിയേഷൻ റദ്ദാക്കേണ്ടതില്ല. കാരണം പരീക്ഷാ ക്രമക്കേടുകൾ ലോ അക്കാദമിയിൽ നടക്കുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ അടിയന്തര നടപടികൾ റഹീം അദ്ദേഹം കൂടി നിലവിൽ നമുക്ക് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ റഹീം, എങ്ങനെയാണ് താങ്കൾ നിലവിലെ സാഹചര്യങ്ങളെ കാണുന്നത്? റഹീം, കേൾക്കാമോ? ശ്രീ റഹീം, ലോ അക്കാദമിയുടെ അഫിലിയേഷൻ റദ്ദാക്കണമെന്ന UDF CPI പ്രമേയങ്ങൾ സിൻഡിക്കേറ്റ് വോട്ടെടുപ്പിൽ തള്ളി. സർവകലാശാലയിലേക്ക് KSUMSF മാർച്ചിൽ സംഘർഷമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നേരത്തെ ഇപ്പോൾ റഹീം ഒരിക്കൽ കൂടി ചേരുന്നു. റഹീം, എങ്ങനെയാണ് കാണുന്ന സാഹചര്യങ്ങളെ? അല്ല, ഇത് സർവകലാശാല ശ്രദ്ധിക്കുന്ന നടന്ന രസകരമായ കാര്യങ്ങളാണ്. പല ചോദ്യങ്ങൾക്കും കോൺഗ്രസിനും CPIയുടെ പ്രതിനിധിക്കും മറുപടി ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇന്ന് സർവകലാശാല സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനങ്ങൾ ഒരു തീരുമാനമാണ് എടുത്തത്. ഒരൊറ്റ പ്രമേയമാണ് അംഗീകരിച്ചത്. ആ പ്രമേയത്തിൽ 2 തീരുമാനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ തീരുമാനം, ഹലോ കേൾക്കാമോ? കേൾക്കുന്നുണ്ട്, തുടർന്നോളൂ. 2 തീരുമാനങ്ങളാണ് എടുത്തത്. ആ പ്രമേയത്തിൽ ഒരു പ്രമേയം, അതിൽ 2 തീരുമാനങ്ങൾ. ആ 2 പ്രപ്പോസലിൽ ഒന്നാമത്തെ പ്രപ്പോസലായി പറഞ്ഞത്
ഞങ്ങൾ കേരള സർവകലാശാല സിൻഡിക്കേറ്റിന്റെ ഉപസമിതിയുടെ തീരുമാനപ്രകാരം ഉപസമിതിയുടെ റിപ്പോർട്ട് കഴിഞ്ഞ സിൻഡിക്കേറ്റ് അംഗീകരിച്ചിരുന്നു. ആ റിപ്പോർട്ട് മാനേജ്മെന്റിനും ഗവൺമെന്റിനുമാണ് ഞങ്ങൾ കൈമാറിയത്. അത് ഞങ്ങൾ പറഞ്ഞത് ഉചിതമായ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നാണ് മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടത്. ആ നടപടിയെ സംബന്ധിച്ച് സർവകലാശാലയെ അവർ രേഖാമൂലം അറിയിച്ചു. അവർ തന്ന 2 കത്തുകൾ, ആ 2 കത്തുകൾ 2 കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതായിരുന്നു. അതിലൊരു കാര്യം, അവരെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് 5 വർഷത്തേക്ക് അവർ മാറി നിൽക്കുകയാണ് എന്ന കാര്യം ഞങ്ങൾ അറിയിച്ചു. രണ്ടാമത് കത്തിൽ പറഞ്ഞിരുന്നത് 5 വർഷത്തേക്ക് അവരെ പരീക്ഷാ സംബന്ധമായ മുഴുവൻ കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തി സർവകലാശാല ഉത്തരവ് പാലിച്ചിരിക്കുന്നു എന്നും സർവകലാശാലയെ അറിയിച്ചു. ഈ 2 കത്തുകളും അക്സെപ്റ്റ് ചെയ്യണം എന്നതാണ് പ്രമേയത്തിലെ ഒന്നാമത്തെ നിർദ്ദേശം. രണ്ടാമത്തെ നിർദ്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. യോഗ്യതയുള്ള പുതിയ പ്രിൻസിപ്പാളിനെ അടിയന്തരമായി തീരുമാനിച്ച് നിയമിച്ച് അത് സർവകലാശാലയെ അറിയിക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ സമരത്തിന്റെ ഭാഗമായി ഉന്നയിച്ചിരുന്ന എല്ലാ ആവശ്യങ്ങളും ഇന്നത്തെ സർവകലാശാല തീരുമാനത്തോടുകൂടി പുറത്ത് ശരിയാവുകയാണ്. വളരെ നന്ദി ശ്രീ റഹീം ഈ അവസരത്തിൽ ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ചതിന്. ലോ അക്കാദമിയുടെ അഫിലിയേഷൻ റദ്ദാക്കണമെന്ന UDF CPI പ്രമേയങ്ങൾ സിൻഡിക്കേറ്റ് വോട്ടെടുപ്പിൽ തള്ളി. സർവകലാശാലയിലേക്ക് KSU MSF മാർച്ചിൽ സംഘർഷം.